കുഞ്ഞൂസ് എന്നും അതെ, അത് ശനിയായാലും ഞായറായാലും ഞാൻ എപ്പോൾ എഴുന്നേൽക്കുന്നോ ആ ടൈമിന് തന്നെ അവനും എഴുന്നേറ്റ് പോരും. നേരെ ചെന്നത് കുഞ്ഞുമണിയുടെ അടുത്തേക്കാണ് കേട്ടോ. ഞാനും ആദ്യം തന്നെ കുഞ്ഞുമണിയുടെ അടുത്തേക്കാണ് ചെല്ലാറ്. അവളെ ചെന്ന് കണ്ട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് മാത്രമേ ഞാൻ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെല്ലാറുള്ളൂ. ഇന്നും പതിവ് പോലെ തന്നെ കുഞ്ഞുമണിയുടെ അടുത്തേക്കാണ് ഞങ്ങൾ രണ്ടുപേരും ഓടി ചെന്നത്. പിന്നെ ചെന്നപ്പോൾ തന്നെ അവളുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചു കൂട്ടിയത്. അവളുടെ വിചാരം ഞാനിപ്പോൾ തന്നെ അവളിങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകും, പ്രഭാത കർമ്മങ്ങളുണ്ടല്ലോ അവൾക്ക്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകും എന്നൊരു ചിന്തയിലാണ് കേട്ടോ അവളീ നിൽക്കുന്നത്. കൊണ്ടുപോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ കുറച്ച് നേരം ചേട്ടൻ്റെ കൂടെ കളിക്കാനിരുന്നു. അങ്ങനെ അവരവിടെ കളിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഞാനങ്ങനെ അടുക്കളയിലോട്ട് കയറി. ഇന്ന് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുമണിക്കുള്ള പാലും ഞാൻ ചൂടാക്കാൻ വെച്ചു. നേരെ ഞാൻ കുഞ്ഞുമണിയുടെ അടുത്തേക്ക് വന്നു. കുഞ്ഞാറ്റയും കൂടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരക്കായിരിക്കും, സ്കൂളിൽ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവരെ റെഡിയാക്കണം, ഫുഡ് കൊടുക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിന് മുമ്പ് കുഞ്ഞുമണീനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഡെയിലി പപ്പയാണ് കുഞ്ഞുമണീനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാറ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അടുക്കളയിലൊക്കെ ജോലിയായിരിക്കും. ഇന്നിപ്പോൾ ആളെ എഴുന്നേൽക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞുമണി അങ്ങനെ പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഈ പൂവാണ്. ഇതിനെ ഞങ്ങൾ പറയണത് കാവടിപ്പൂന്നാണ്, എൻ്റെ മോനൊക്കെ പറയണത് കാവടിപ്പൂന്നാണ്. എനിക്കറിയാൻ പാടില്ല കേട്ടോ, എൻ്റെ ശരിക്കും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. കാവടി പോലെയാണല്ലോ ഈ പൂവ് ഇരിക്കണത്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചിലർ പറയുന്നത് കേൾക്കാട്ടോ, ഈ പൂവ് ഓണം വരാനാവുന്ന സമയത്താണ് വിടരുന്നതെന്ന്. കുഞ്ഞുമണിയുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് പോവുകയാണ് വീട്ടിലോട്ട്. അവളിതേ വീണ്ടും റോട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കണേണ്. ഞാൻ വേഗം അകത്തോട്ട് കയറ്റി, വീടിനുള്ളിലേക്ക് കയറ്റിയില്ല, ഞാൻ ഗേറ്റിലാണ് അവളെ പൂട്ടിയിട്ടത് കുറച്ച് നേരത്തേക്ക്. കുഞ്ഞുമണിക്കുള്ള പാല് വേവിക്കാൻ വെച്ചിട്ടാണ് ഞാൻ കുഞ്ഞുമണിയും കൊണ്ട് പുറത്തേക്ക് പോയത്. തിരിച്ച് വന്നപ്പോഴേക്കും പാല് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പാലിൽ അവളുടെ ഫുഡ് ഇട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞുമണിയുടെ ഫുഡ് ഞാൻ പുറത്ത് വെച്ച് കൊടുത്തില്ല കേട്ടോ, നേരിയതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിറ്റ് ഔട്ടിലോട്ട് കയറ്റി വെച്ചാണ് അവൾക്ക് ഫുഡ് കൊടുത്തത്. കൊടുത്തപ്പോൾ തന്നെ ഒന്നും കുഞ്ഞുമണി കഴിച്ചില്ല കേട്ടോ ഫുഡ്. ഇപ്പം ഈ കാണുന്നത് നിങ്ങൾ വിചാരിക്കും ഞാനും കുഞ്ഞുമണിയും കൂടി കളിക്കുകയാണെന്ന്. കളിക്കുന്നതല്ല, അവൾ എന്നെ നല്ല ചീത്ത പറയുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. എന്നോട് തല്ലി പിടിക്കുകയാണ്. അവൾക്ക് ചെരുപ്പ്, എൻ്റെ കയ്യിൽ ചെരുപ്പ് ഇരിപ്പുണ്ട്, അപ്പോൾ ആ ചെരുപ്പ് തട്ടിപ്പറിച്ച് വാങ്ങിക്കാനാണ് അവൾ ഈ നോക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ തല്ലിപിടുത്തവും കുഞ്ഞുമണിയുടെ കളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമണി പതിയെ പോയി പാലൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് കുഞ്ഞുമണിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.